നമ്മളുടെ ചാനൽ ചെയ്തിട്ടുള്ള EDC ആക്സസറി വീഡിയോസ് ഇതിൻ്റെ എല്ലാം കമൻസിൽ വരുന്ന കൂടുതലായിട്ട് റെസൊണേറ്റ് ചെയ്യുന്ന ഒരു ചോദ്യമാണ് നമ്മൾ ഐഫോണിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പവർ ബാങ്ക് ഏതാണെന്നുള്ളത്. ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ഈ ഒരു പവർ ബാങ്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഐഫോൺ മാത്രമല്ല, ഈവൻ ഓൺ ദ ഗോ നിങ്ങൾക്ക് നിങ്ങളുടെ മാക്ബുക്കോ ഐപാഡോ എല്ലാം ചാർജ് ചെയ്യാൻ സാധിക്കും. അറ്റ് ദ സെയിം ടൈം 3 ഡിവൈസുകൾ വരെ ചാർജ് ചെയ്യാൻ സാധിക്കുന്ന 20,000 mAh കപ്പാസിറ്റി ഉള്ള ഡ്യൂറോസെല്ലിൻ്റെ പവർ ബാങ്കാണ്. അപ്പോൾ ഏതെല്ലാം തരത്തിലുള്ള പവർ ബാങ്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ ചാർജിങ് ആക്സസറീസ് ആയിക്കോട്ടെ, ഇതെല്ലാം നമുക്ക് ആപ്പിൾ ഡിവൈസിൻ്റെ കൂട്ടത്തിൽ ഉപയോഗിക്കാം എന്ന് ചോദിച്ചാൽ ഒന്നെങ്കിൽ ഒറിജിനൽ ഉപയോഗിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ MFI സർട്ടിഫൈഡ് വേർഷൻസ് അല്ലെങ്കിൽ പവർ ബാങ്ക് യൂസ് ചെയ്യണം. ഒറിജിനൽ നല്ല എക്സ്പെൻസ് ആണ്, എന്നാൽ MFI സർട്ടിഫിക്കേഷൻ വരുന്നതുകൊണ്ട് തന്നെ ഈ ഒരു MFI സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾക്കും അത്യാവശ്യം പ്രൈസ് ഉണ്ട്. പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് PD സപ്പോർട്ടഡ് ആയിട്ടുള്ള, അതായത് പവർ ഡെലിവറി സപ്പോർട്ട് ആയിരിക്കുന്ന പവർ ബാങ്ക്സ് അല്ലെങ്കിൽ ചാർജിങ് ആക്സസറീസ്. ഈ ഒരു ഡ്യൂറോസെല്ലിൻ്റെ കേസിൻ്റെ ഫ്രണ്ടിൽ തന്നെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഇത് ക്വിക്ക് ചാർജിങ്ങും PD സപ്പോർട്ടഡ് ആണ്. അതോടൊപ്പം ഇതിന് 2 ഇയർ വാറൻറ്റി ഉണ്ട്. ഇന്ത്യയിൽ നമുക്ക് PD സപ്പോർട്ടിനോടൊപ്പം തന്നെ ഇതുപോലുള്ള ചാർജിങ് ആക്സസറീസ് അല്ലെങ്കിൽ പവർ ബാങ്ക്സ് വാങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിൻ്റെ പുറകിൽ കൊടുത്തിരിക്കുന്ന ഈ കാണുന്ന സർട്ടിഫിക്കേഷനാണ്. ഇതെന്താണെന്ന് വെച്ചാൽ BIS സർട്ടിഫിക്കേഷനാണ്. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്ന ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് സർട്ടിഫൈ ചെയ്യുന്ന ഇലക്ട്രോണിക് പ്രോഡക്റ്റുകൾക്കാണ് ഈ ഒരു സർട്ടിഫിക്കേഷൻ ലഭിക്കുന്നത്. ഇനി ഈ ഒരു പാക്കേജ് ഓപ്പൺ ചെയ്യുമ്പം ഇതുപോലെയാണ് നമുക്ക് പവർ ബാങ്ക് ലഭിക്കുന്നത്. അതിലൊന്നിൽ കേബിൾസും മറ്റൊന്നിൽ നമ്മുടെ പവർ ബാങ്കുമാണ്. സോ ഇതാണ് ഡ്യൂറോസെല്ലിൻ്റെ 20,000 mAhൻ്റെ പവർ ബാങ്ക്. ഇത് കയ്യിൽ ഹോൾഡ് ചെയ്യാൻ 20,000 mAh ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം ഹെവി ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് സ്ലിം ആണ്. മറ്റുള്ള പവർ ബാങ്ക്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് സ്ലിം ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്. സോ അതുകൊണ്ട് ഈസി ടു ക്യാരി ആണ്. ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഇതിൻ്റെ പോർട്ട് ഓപ്ഷൻസ് ആണ്. ഇതിൽ നമുക്ക് 4 പോർട്ട് ഓപ്ഷൻസ് ആണ് വരുന്നത്. അതിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു മൈക്രോ USB പോർട്ടും കൊടുത്തിട്ടുണ്ട്, 2 USB Type A, അതോടൊപ്പം Type C പോർട്ടും ഉണ്ട്. സോ ലിറ്ററലി നിങ്ങൾക്ക് ഏത് ആപ്പിൾ ഡിവൈസും ഇതിൽ ചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരേ സമയം 3 ഡിവൈസുകൾ വരെ നമുക്ക് ചാർജ് ചെയ്യാൻ ഈ ഒരു പവർ ബാങ്ക് വെച്ച് സാധിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു LED ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ സഹായത്തോടെ നമുക്ക് ഇതിൽ എത്ര ചാർജ് റിമൈനിങ് ഉണ്ട് എന്ന് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഇതിൻ്റെ ഔട്ട്പുട്ടിലേക്ക് വരുമ്പോൾ സിംഗിൾ പോർട്ട് യൂസിൽ 22.5 വാട്ട്സിൻ്റെ ഔട്ട്പുട്ടാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് അത്യാവശ്യം ഫാസ്റ്റായിട്ട് തന്നെ നമ്മുടെ ഡിവൈസ് ചാർജ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. 20,000 mAhൻ്റെ കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് തന്നെ മിനിമം 4 to 6 hours ആണ് ഇതിനെ ചാർജ് ചെയ്യാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു ലോങ് ട്രിപ്പ് ഒക്കെ പോകാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ഇത് കൂടെ ക്യാരി ചെയ്യണം എന്നുണ്ടെങ്കിൽ അഡ്വാൻസ് ആയിട്ട് ഇത് ചാർജ് ചെയ്യാൻ വെക്കണം. എങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈമിൽ ഇത് ചാർജ് കംപ്ലീറ്റ് ആയി ഇത് നമുക്ക് ക്യാരി ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഈ പവർ ബാങ്കിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമുക്ക് സ്ഥിരം ഉണ്ടാകുന്ന ഒരു കൺസേൺ ആണ്, ഇതുപോലത്തെ പവർ ബാങ്ക് യൂസ് ചെയ്ത് ഡിവൈസുകൾ ചാർജ് ചെയ്യുമ്പോൾ ഡിവൈസ് ഓവർ ഹീറ്റ് ആകുമോ, അല്ലെങ്കിൽ ഡിവൈസിൻ്റെ ബാറ്ററി ഹെൽത്തിനെ അത് ബാധിക്കുമോ, ഡാമേജ് ആകുമോ, അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊന്നും നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. കാരണം ഇതിനെ പവർ ചെയ്യുന്നത് ഒരു സ്മാർട്ട് IC ആണ്. അതുകൊണ്ട് ഡിവൈസ് ഓവർ ഹീറ്റ് ആകുമെന്നോ അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ടോ ഓവർ വോൾട്ടേജോ ആകുമെന്നുള്ള പേടിയൊന്നും വേണ്ട. 20,000 mAhൻ്റെ ഈ ഒരു പവർ ബാങ്ക് നിങ്ങൾക്ക് ഈവൻ മൾട്ടിപ്പിൾ ഡിവൈസുകൾ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഐഫോൺ, ഒരു ഐപാഡ്, ഈവൻ മാക്ക് നിങ്ങൾ ക്യാരി ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഓൺ ദ ഗോ നമുക്ക് ചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കിടിലൻ ഓപ്ഷൻ തന്നെയാണ് ഡ്യൂറോസെല്ലിൻ്റെ ഈ ഒരു 20,000 mAhൻ്റെ പവർ ബാങ്ക്. ഇത് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അത് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യാവുന്നതാണ്. സോ ഡു ചെക്ക് ഇറ്റ് ഔട്ട്.